ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് അംബ്രല്ല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ബാക്ക് പാർട്ടാണ് എടുത്തേക്കുന്നത്. അതിൽ എങ്ങനെയാണ് ലൈനിങ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇതിന് ആദ്യം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം എല്ലാ വശത്തും. കാരണം ഇതൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് മാറിപ്പോവാനുള്ള, അതിൽ തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ ആം ഹോളിൻ്റെ അവിടുന്ന് 1/4 ഇഞ്ചിൽ താഴെ മതി അറ്റത്തൂടെ ഒന്ന് ആ ഷേപ്പിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഷോൾഡറും 1/4 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി 1/4 ഇഞ്ചിൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ആ ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും ഷോൾഡറിൽ വന്ന് ആം ഹോളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇതുപോലെ ആം ഹോളിലൂടെ വന്ന് ഷോൾഡറിലൂടെ നെക്ക് റൗണ്ട് ചെയ്ത് വീണ്ടും ഷോൾഡറിലൂടെ അപ്പുറത്തെ ആം ഹോളിലൂടെ എൻഡ് ചെയ്യാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇനി നമുക്ക് നെക്കൊന്ന് പതിച്ചടിക്കാം. നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടും ചെയ്യേണ്ടത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ആം ഹോളിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഷോൾഡർ വഴി നെക്ക് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തെ ഷോൾഡറും ആം ഹോളിലൂടെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി അതൊന്ന് മറിച്ചിട്ട് ഇതുപോലെ പതിച്ചടിക്കാം. അപ്പം നമ്മൾ ബോഡി പാർട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നല്ല വശവും ഇതുപോലെ യോജിപ്പിക്കുക. ഷോൾഡറിൻ്റെ നല്ല മെറ്റീരിയൽ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചാണ് നമ്മൾ സീം ഇട്ടത്, അതുകൊണ്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം. 1-2 തവണ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഷോൾഡറിന് നല്ല വശത്തൊന്ന് പതിച്ചടിക്കാം. ഇതുപോലെ വേണേൽ അടിച്ചാൽ മതി, നിർബന്ധമില്ല. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ നല്ല വശം നോക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ടും ബാക്കും ഒന്ന് നോട്ട് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഇതുപോലെ ഒന്ന് നല്ല വശത്തോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തോടാണ് യോജിപ്പിക്കേണ്ടത്. അതുപോലെ ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോകാതെ ശ്രമിക്കുക. നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ബാക്ക് ആം ഹോളിലും കൂടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പാർട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക, പിന്നെ വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ.
ഇവിടെ ഞാൻ കുറച്ച് വീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അരയിഞ്ച്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലെ സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ സൈഡിൽ നിന്നാണ് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. ബോഡി പാർട്ടും അതുപോലെ തന്നെ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തത്. ഇതുപോലെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ, സൈഡ് അറ്റാച്ച് ചെയ്യാൻ 1 ഇഞ്ച് ഗ്യാപ്പിൽ. അതുപോലെ 2 സൈഡും അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് നോക്കാം. സ്കേർട്ട് പാർട്ടിന് ആദ്യം ഞാൻ 2 പീസായിട്ടാണല്ലോ നല്ല തുണിയുള്ളത്. അപ്പോൾ അതൊന്ന് ഒരെണ്ണത്തിൻ്റെ സൈഡ് നല്ല വശവും കൂടെ യോജിപ്പിച്ച് ഇതുപോലെ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഒരു സൈഡാണ് യോജിപ്പിക്കുന്നത്. മെയിൻ ക്ലോത്താണ്, ലൈനിങ് അല്ല. ഇനി മെയിൻ ക്ലോത്ത് ലൈനിങ്ങും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അതിന് നമുക്ക് നമ്മുടെ വേസ്റ്റ്, അതായത് നമ്മൾ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്ത ആ ഭാഗം, സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ആ ഭാഗം ഇതുപോലെ ഒരുമിച്ച് യോജിപ്പിക്കുക. നല്ല വശത്തിനോട് വേണം ലൈനിങ് വെക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്ത ഭാഗത്താണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശത്തോട് വേണം ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കറക്റ്റ് വേണ്ടത് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു അളവ് മെഷർമെൻറ്റിൽ എടുക്കുക. അതായത് നമ്മുടെ ബോഡി പാർട്ടിൽ ഇതുപോലെ ഒന്ന് നോക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എത്രയാണ് റൗണ്ട് വരുന്നത്, ഫുൾ റൗണ്ട് എത്രയാണ് വരുന്നത്. നമ്മുടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടിവശമാണ് പറയുന്നത്. താഴ്വശത്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മെഷർമെൻറ്റ് എടുക്കുക. ഇവിടെ ഇപ്പം 32 വേസ്റ്റ് റൗണ്ട് വരുന്നത്. ആ 32 ഇഞ്ച് തന്നെ വേണം നമുക്ക് സ്കേർട്ടിൻ്റെയും വേസ്റ്റ് റൗണ്ടായിട്ട് കിട്ടാൻ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സ്കേർട്ടിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാൻ. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം സ്കേർട്ടിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാൻ. ഞാനിവിടെ 1 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ നോക്കണം നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് തന്നെയാണോ ഈ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്താൽ ലാസ്റ്റ് സ്കേർട്ടിന് കിട്ടുന്നതെന്ന് നോക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കറക്റ്റ് ആ ഒരു, ഇപ്പോൾ ഇവിടെ 32 കിട്ടിയാൽ 32 കിട്ടുന്ന രീതിയിൽ തന്നെ വേണം സൈഡ് അറ്റാച്ച് ചെയ്യാൻ. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഇത് 32 കിട്ടുന്ന രീതിയിൽ ഇതുപോലെയാണ് വേസ്റ്റ് റൗണ്ട് കിട്ടുക. നിങ്ങളൊന്ന് വേസ്റ്റ് റൗണ്ട് കറക്റ്റ് മെഷർമെൻ്റ് ഒന്ന് നോക്കുക, റൗണ്ട് ചെയ്ത് ഒന്ന് അളവെടുത്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് 32 കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ബോട്ടം പാർട്ട് ആദ്യം ഒന്ന് മടക്കിയടിക്കാം. ഇതുപോലെ ഒന്ന് ആദ്യം ഒരു ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ടേ വീണ്ടും ഒരു ഫോൾഡ് കൊടുക്കാവുള്ളൂ. സാധാരണ നമ്മൾ 2 ഫോൾഡും ഒരുമിച്ചായിരുന്നു കൊടുക്കുന്നത്. പക്ഷേ അംബ്രല്ല ഫ്രോക്ക് അല്ലെങ്കിൽ അംബ്രല്ല സ്കേർട്ടിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആദ്യം ഒരു ഫോൾഡ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടാൻ വലിച്ച് പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ വലിച്ച് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോൾഡും കൂടെ കൊടുക്കണം. പരമാവധി വീതി കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക.
ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ ബോട്ടം ഒന്ന് ഫോൾഡ് ചെയ്യാം. ഉൾവശം മേലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലോത്ത് ഇതുപോലെ സ്കേർട്ടിൻ്റെ ബോട്ടം പാർട്ട് ഇതുപോലെ വിരിച്ച് വെക്കാൻ. എന്നിട്ട് ആദ്യം നമ്മൾ ലൈനിങ് ചെയ്ത പോലെ തന്നെ ഒരു ചെറിയൊരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് വരിക. എന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് തന്നെ ഒന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫോൾഡ് കൊടുത്തു കഴിഞ്ഞു, രണ്ടാമത്തെ ഫോൾഡ് കൊടുത്തു. ഇനി നമുക്ക് സ്കേർട്ടും ബോഡി പാർട്ടും അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് നല്ല വശവും വേണം യോജിപ്പിക്കാൻ. അപ്പം ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേണം, ബോഡി പാർട്ടിൻ്റെ ഉള്ളിലൂടെ സ്കേർട്ട് ഇറക്കി ഇതുപോലെ നല്ല വശവും യോജിപ്പിക്കുന്ന രീതിയിൽ. എന്നിട്ട് സൈഡ് രണ്ടും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഉള്ളിൽ ചുരുണ്ട് കയറാതെ നോക്കണം, നിവർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെക്കുക. എന്നിട്ട് സൈഡ് രണ്ടും ഒന്ന് പിൻ ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എൻഡ് ചെയ്യണം, അതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടും ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടും ഒരേ അളവാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അംബ്രല്ല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം.